Good afternoon, dear children. Good afternoon, teacher. P R E R How was your Yes. exam? E R E. Easy ആയിരുന്നു മിസ്സേ. Easy. Okay. Very nice. Okay, good. Exam എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടോ? No. Okay. Okay. Then also take your textbook. Okay. Next chapter തുടങ്ങാം. Take your pencil and textbook. Chapter 4. E key matra. All of you listen here. Listen. Take your textbook. Look at your textbook. First E. E key മാത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് സൈഡിലാണ് നമ്മൾ ഈന്റെ ചിഹ്നം ചേർക്കുക? വ്യഞ്ജനാക്ഷരങ്ങളുടെ അറിയോ നിങ്ങൾക്ക്? വ്യഞ്ജനാക്ഷരങ്ങളുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ കീ മാത്ര ചേർക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിഹ്നം കണ്ടോ? ഈന്റെ ചിഹ്നം കണ്ടോ? നമ്മൾ ഈ എഴുതിയപ്പം എവിടെയായിരുന്നു? ലെഫ്റ്റ് സൈഡിലായിരുന്നു ഈന്റെ ചിഹ്നം കൊടുത്തത്. ഈ എഴുതുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ കീ മാത്രം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കിയാൽ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന ഈന്റെ ചിഹ്നം എവിടെയാ കൊടുത്തിരിക്കുന്നത് നോക്കിയാ നിങ്ങള് മൊത്തത്തില്. ഫസ്റ്റ് വേർഡ് ഈസ് എ ഈക്ക്. ഈക്ക്. നെക്സ്റ്റ് നോക്കിയോ, അത് ഈ എന്ന അക്ഷരം ചേർത്തുള്ള വാക്കാണ് ഈക്ക്. നെക്സ്റ്റ് നോക്കിയോ, ഈക്ക് മാത്രക്ക ശബ്ദ്. മാ പ്ലസ് ലാ പ്ലസ് ഈക്ക് മാത്ര ഈക്വൽ ടു എന്താ വായിക്ക? മാലി. വാട്ട് ഈസ് മാലി? മാ പ്ലസ് ലാ പ്ലസ് ഈക്ക് മാത്ര ഈക്വൽ ടു മാലി. ഏതൊക്കെയാണ്? മാ എന്ന ലെറ്റർ വന്നു, ലാ എഴുതി, ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ എന്താ വായിക്കുന്നത്? ലീ. നെക്സ്റ്റ് ടി പ്ലസ് ത പ്ലസ് ല പ്ലസ് ഈ കീ മാത്ര. ഈ കീ മാത്രയാണ് തിത്തലി. ഇപ്പൊ തിത്തലി എന്ന് എഴുതുമ്പോ നോക്കിയേ, ഫസ്റ്റ് തീ എങ്ങനെ എഴുതിയിരിക്കുന്നേ? ഏത് സൈഡിലാ നോക്കിയേ ഈന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നേ? ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ? ഈ കീ മാത്ര വ്യഞ്ജന്റെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ അത്? ഓക്കെ. തിത്തലി. ലീ എന്ന് എഴുതുമ്പോ നോക്കിയേ, ഈ കീ മാത്ര എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ലായുടെ റൈറ്റ് സൈഡിൽ. അപ്പൊ അതിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തിത്തലി നീട്ടി പറയണം ലാസ്റ്റ്. റൈറ്റ് സൈഡിലുള്ള വാക്ക് ഖ പ്ലസ് ഈക്ക് മാത്ര പ്ലസ് രാ. എന്താ വായിക്ക? ഖീര. ഖീര എന്ന് പറഞ്ഞ എന്താണ്? കുക്കുംബർ. കുക്കുംബർ എന്താണ്? നമ്മൾ ഈ കക്കിരി കത്തിരി എന്നൊക്കെ പറഞ്ഞില്ല, അതാണ്. നെക്സ്റ്റ് ഖി പ്ലസ് ഡ പ്ലസ് കീ. കീ എന്നല്ല, ക പ്ലസ് ഈക്ക് മാത്ര ഈക്വൽ ടു ഖിഡ്കി. ഖിഡ്കി മീൻസ് വിൻഡോ. പിന്നെ എങ്ങനെയാ വായിക്കേണ്ടതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? Do you understand this? Yes, okay, good. Next താഴെ നോക്കിയ പഠിക്കർ സീക്കോ. എന്താണ്? വായിച്ചു പഠിക്കാനാ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ഫാത്തിമ ലിസൺ. ഡാലി, മീഠി, खिलाड़ी, गीत, सीटी, कहानी, नदी, नीची, मछली, सीटी, पानी, दीवाली.
once more. First, eek, mali, titali, khira, khidki, dali. വായിപ്പിക്കും ഞാന്. ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നില്ലേ വായിക്കാൻ കിട്ടില്ല. ഡാലി, മീഠി, ഖിലാടി. ഫിംഗർ അവിടെ നിങ്ങളുടെ കൈ അവിടെ മടക്കി വെച്ചാൽ മതി കേട്ടോ, തൊട്ട് വായിക്കരുത് കേട്ടോ ഫാത്തിമ. തൊട്ട് വായിപ്പിക്കുമ്പോ ഞാൻ വായിച്ചു തരുമ്പോ അത് ഏതൊക്കെയാണെന്ന് കൈ വരലോട് തൊട്ട് വായിക്കണം. നെക്സ്റ്റ് ഏതാണ്? ഗീത്, സീട്ടി, കഹാനി, നദി, ലീച്ചി, മച്ചലി, സീഠി, പാനി, ദീവാളി. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് ഏതെങ്കിലും വായിക്കാൻ കിട്ടാത്ത വാക്കാണെങ്കിൽ പെൻസിൽ കൊണ്ട് അവിടെ മാർക്ക് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടാത്തുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. സാവിയോജോ, പ്ലീസ് അൺമ്യൂട്ട്. ഈ വാക്കുകളൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. ഫസ്റ്റ് വേർഡ് കേട്ടോ, ഈ മുതല്. ആ സാവിയോ ഇത്ര നേരം അവിടെ എന്തെടുക്കുമായിരുന്നു? നീ ബുക്ക് ശ്രദ്ധിച്ചോ? എന്നിട്ട് എന്റെ വായിക്കാൻ കിട്ടാത്ത ഇപ്പൊ? ജോവിൻ, ജോവിൻ ആൻഡ് ജോയൽ, റീഡ് ഫാസ്റ്റ്. ഓ, ബുക്കില്ല. വെരി ഗുഡ്. വീണ്ടും നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. ഇഷിക, അവനവിടെ നിന്ന് ചിരിക്കുക. പ്ലസ് ഒന്ന് വായിക്കണ്ട, ആ വാക്ക്. ഇഷിക, പ്ലസ് വായിക്കണ്ട, ആ വാക്കുകളൊന്ന് വായിച്ചു കേൾക്കട്ടെ. खिड़की. ओके. जिया रोज. जी की रेंज इल्ल. अलन जोसेफ. डाली, मीठी, खिलाड़ी, गीत, सीटी, कहानी. ओके, वेरी गुड, वेरी गुड, नदी, वेरी गुड. अमृता. लीची. ओके अलन. ഇതിന്റെ ബാക്കിയായിട്ട് വായിക്കാം. കഹാനി, നദി കഴിഞ്ഞിട്ട്. നദി, ലീച്ചി, മച്ചലി, സീട്ടി, മച്ചലി, പാനി, ദിവാലി. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ? ശ്രദ്ധിച്ചിരുന്നവർക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് താഴെ നോക്കിയേ. ലീഖോ. ഫസ്റ്റ് വേർഡ് എന്താണ്? ആര് പറയും? നീലാഞ്ചന. ഫസ്റ്റ് വേർഡ് അല്ല, ഫസ്റ്റ് ലെറ്റർ ആദ്യം പറ. നീലാഞ്ചന. പി. നെക്സ്റ്റ് ഓക്കെ. പി എന്ന ആ ലെറ്റർ വർണ്ണം ഉപയോഗിച്ച് താഴെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താണത്? നീലാഞ്ചനിക്ക് പറയാൻ പറ്റുമോ? നോ നോ. പി എന്ന ലെറ്ററിന്റെ താഴെ തന്നെ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? പപ്പീത്ത. പപ്പീത്ത. ഓക്കെ. നെക്സ്റ്റ്
അമൻ മാധവ്. നീലാഞ്ജന, വെരി ഗുഡ്. അമൻ. ഗീ. ഗീന്ന് ചേർത്തിട്ട് ഒരു വാക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താ വായിക്കാമെന്നത്? ബഗീച്ച. ബഗീച്ച, വെരി ഗുഡ്. ഹാദി, നെക്സ്റ്റ്. ലഡ്കി. ഏത് അവിടെ അക്ഷരം കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് കീ ആണ്. ലഡ്കി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആയുഷ്. വെരി ഗുഡ്. ഷീ എന്നുള്ളത് ശീതൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താ നിങ്ങൾക്ക്? നാളെ എക്സാം ഉണ്ടോ? ഉണ്ടല്ലേ? സാരമില്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തോ. ഇത് നിങ്ങൾക്ക് ഈ പ്ലസ് ഇട്ടതും ആ വാക്കുകൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇപ്പോഴേ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ ഇല്ലേ, ആ ദിവസങ്ങളിൽ നിങ്ങൾ പാടിച്ചാർ ഈ കീ മാത്ര അതിന്റെ സിമ്പലും എഴുതുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ നോക്കി എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഈക്ക് എഴുതുക. മാ പ്ലസ് ലാ പ്ലസ് ഈ കീ മാത്ര. മാലി ഈക്വൽ ടു മാലി. അതുപോലെ ഖീര. അതെല്ലാം അങ്ങനെ തന്നെ എഴുതിയെടുക്കുക. ഓക്കെ, ഇന്ന് എഴുതാനല്ല പറഞ്ഞത്, ഇന്ന് പഠിക്കാനുള്ളത് പഠിക്കാം. എക്സാമിന് വേണ്ടത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പേജില് നീരാലി കി ആദത്ത്. ഫിലിസ്, നല്ലൊരു കഥയാണ്. ശ്രദ്ധിച്ചിരുന്നോ? നീരാലി കി ആദത്ത് എന്ന് പറഞ്ഞാൽ, നീരാളി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഗേളിന്റെ പേരാണ് കേട്ടോ. അവിടെ കാണുന്നില്ല, ആ പിക്ചറിൽ കാണുന്ന ജോയിനും ജോബിനും കാണുന്നില്ല അല്ലെ? ഈ പെൺകുട്ടിയുടെ പേരാണ് നീരാലി. ഉണ്ടോ? അപ്പം അവളുടെ ആദത്ത് എന്ന് പറഞ്ഞാല് ഹാബിറ്റ്, ശീലങ്ങള്. നമ്മൾക്കും ഇല്ലേ ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ഒക്കെ ഉണ്ട് അല്ലെ? ഒരു ഗുഡ് ഹാബിറ്റ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കുള്ള ഒരു ഗുഡ് ഹാബിറ്റ് പറഞ്ഞേ റിച്ചാർഡ്. മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. റിച്ചാർഡ് എന്താണ് സഹായിക്കുന്നത്? ഈ കുഞ്ഞു പ്രായത്തില് മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? മറ്റുള്ളവരെ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന വീട്ടിലുള്ളവരെയാ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അല്ലെ? ഈ ചെറിയ പ്രായത്തിൽ വീട്ടിലുള്ളവരെ എങ്ങനെയാ റിച്ചാർഡ് ഹെൽപ്പ് ചെയ്യുന്നത്? ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകി വെക്കും. അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ അഭിപ്രായം പറയാനുണ്ടോ നിങ്ങൾക്ക്? അമൃതയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ ഷെയറിംഗ് ചെയ്യലുണ്ട്. എന്ത് ഷെയറിംഗ്? എന്ത് ഷെയറിംഗ്? വാട്സപ്പിൽ മെസ്സേജ് ഷെയർ ചെയ്യും. ഷെയറിംഗ് വെള്ളം കുടിക്കുമ്പോ നമ്മൾ ഷെയർ ചെയ്യും. വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം കൊടുക്കുന്ന. അല്ലാതെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേറെ ശീലങ്ങളൊന്നുമില്ല? രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്ന ഒരു നല്ല ശീലമാണ് അല്ലേ? അതെയാ. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് നല്ലൊരു ശീലമാണ്. മഴക്കാലത്തല്ല, നല്ലൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നത് നല്ലൊരു ശീലമാണ്. പൂന്തോട്ടം ഉണ്ടാക്കി അതിൽ കുറെ ചെടികളൊക്കെ നട്ട് വളർത്തുമ്പോൾ അത് പൂന്തോട്ടം എന്ന് പറയുന്നത് അല്ലെ? ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ അതിന്റെ പുഴുക്കളെയൊക്കെ കളഞ്ഞ് അതിനെ നന്നായി പരിപാലിക്കുന്ന നല്ലൊരു ശീലമാണ്, നല്ലൊരു ഹാബിറ്റ് അത്. സാവിയോ, എന്താണ് നിന്റെ ഹാബിറ്റ്? ഞാനും ചെടികൾ നടും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
അതെ. അതുപോലെ നമ്മൾക്ക് പച്ചക്കറികളൊക്കെ നട്ട് അല്ലേ, നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ തൈകളൊക്കെ നട്ട് പച്ചക്കറികൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നട്ട് വളർത്തുന്നത് നമുക്ക് നല്ലൊരു ഹാബിറ്റാണ്. ഓക്കെ. അതുപോലെ നീരാളിയുടെ ഹാബിറ്റ് എന്തൊക്കെയാന്ന് കേട്ടോ. പിന്നെ വേറെ ജിയാറോസിന് എന്തോ പറയാനുണ്ടായിരുന്നല്ലോ. ഞാൻ രാവിലെയും പല്ല് തേക്കാറുണ്ട്. നല്ല ശീലമാണ് അല്ലെ, രാവിലെയും രാത്രിയും പല്ല് തേക്കാറുണ്ടെന്ന്. ഓക്കെ. നമ്മുടെ നീരാളിയുടെ ഹാബിറ്റ് കേട്ടോ. നീരാളിക്ക് ആദത്ത് ഏക് മാലി था, माली का नाम वीरा था. ഇവിടെ നോക്കിയോ, നമ്മുടെ ജോയിനും ജോവിനും ആകെ നോക്കിയിരിക്കുന്നത്. ഓക്കെ. ഏക് മാലി था, ഇവിടെ ഒരു മാലി എന്ന് പറഞ്ഞ ആരാണ്? ഗാർഡനർ, പൂന്തോട്ടക്കാരനില്ലേ, പൂന്തോട്ടമൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് സൂക്ഷിക്കുന്നത് അവരാ ഗാർഡനർ. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. മാലിക നാം വീരാഥ. ആ ഗാർഡനറിന്റെ പേരെന്തായിരുന്നു? വീര. വീര എന്നായിരുന്നു മാലിയുടെ പേര്. മാലിക്ക് ഏക് ബിഡിയ थी, മാലിക്ക് ഏക് ബിഡിയ. ബിഡിയ എന്ന് പറഞ്ഞ ആരാണ്? മകൾ, ഡോട്ടർ. അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച റെഡ് മാർക്കിൽ ഈക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടെയൊക്കെ ഉണ്ട് റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഈന്റെ ചിഹ്നം അക്ഷരങ്ങളുടെ ഏത് സൈഡിലാ വന്നിരിക്കുന്നത് നോക്കിയേ, റൈറ്റ് സൈഡിലാണ്. ഓക്കെ. ഏക് മാലി था, ഒരു ഗാർഡനർ ഉണ്ടായിരുന്നു. താ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ആയിരുന്നു ഒക്കെ പറയും. മാലിക നാം, നാം എന്ന് പറഞ്ഞ നെയ്മ്. മാലിയുടെ പേര് വീര എന്നായിരുന്നു. മാലിക്ക് ഏക് ബിഡിയ थी, മാലിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു മകൾ ഉണ്ടായിരുന്നു. ഉസ്കാ നാം നീരാലി था. ഉസ്ക എന്ന് പറഞ്ഞ എന്താണ്? അവളുടെ. അവളുടെ പേരെന്തായിരുന്നു? നീരാലി. നീരാലി എന്നായിരുന്നു. നീരാലി ബഗീച്ച ജാതി थी. നീരാലി ബഗീച്ച എന്ന് പറഞ്ഞ എന്താ? ഗാർഡൻ, പൂന്തോട്ടം. പൂന്തോട്ടത്തിലേക്ക് പോയിരുന്നു. ബഗീച്ച ഹരാ ഭരാ ഔർ വിശാൽ था. പൂന്തോട്ടം എങ്ങനെയായിരുന്നു? ഉണങ്ങി വരണ്ടിട്ടാണോ ഇരിക്കുന്നേ? അല്ല. ഹര എന്ന് പറഞ്ഞ എന്താ നമ്മൾ കളർ പഠിച്ചത്? ഹര ആർക്ക് പറയാം? ഹര വിച്ച് കളർ? ഇഷിക. ആ, ഗ്രീൻ. ഹര ഭര എന്ന് പറഞ്ഞാല് ബഗീച്ച മുഴുവൻ നല്ല പച്ച നിറമായിരുന്നു എന്നാ പറഞ്ഞേ. എന്താണ്? പൂന്തോട്ടം എങ്ങനെയാ ഉണ്ടാവുക? ഒരു ഗാർഡൻ എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാവുക? നല്ല പച്ച വിരിച്ച പോലെ അല്ലേ, പുല്ലൊക്കെ നട്ട് നല്ല ഭംഗിയുള്ള. അതൊക്കെ വീട്ടിലുണ്ട് ഗാർഡൻ. പലതരത്തിലുള്ള പൂക്കളും പച്ച പുല്ലുകളൊക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. ഗാർഡൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ഹാബിറ്റാണ്, ഗുഡ് ഹാബിറ്റാണ് അല്ലെ. ആ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ? അതെ. ബഗീച്ച ഹരാ ഭരാ ഔർ വിശാൽ था. ഗാർഡൻ നല്ല പച്ച നിറത്തില്, മുഴുവൻ പച്ച നിറത്തിലായിരുന്നു, വിശാലമായ ഒരു ഗാർഡൻ ആയിരുന്നു. നെക്സ്റ്റ് നോക്കിയോ. ബഗീച്ച ജാക്കർ വഹ് ആം പപീता ककड़ी और नाशपाती खाती थी. Once more. ബഗീച്ച ജാക്കർ. ബഗീച്ച മീൻസ് ഗാർഡൻ. ജാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാ എന്ന് പറഞ്ഞ ജാന എന്ന് പറഞ്ഞ് പോകുക. ജാക്കർ പോയിട്ട്, പൂന്തോട്ടത്തിലേക്ക് പോയിട്ട്. വഹ് എന്ന് പറഞ്ഞ ആരാണ്? അവൾ, നീരാളി. എന്തൊക്കെയാ കഴിക്കുന്നേ നോക്കിയോ. ആം. എന്താ ആം എന്ന് പറഞ്ഞാല്? ബിയോണ. ആം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. മാംഗോ. ആ, മാംഗോ അല്ലേ. ആം എന്ന് പറഞ്ഞ മാംഗോ. നെക്സ്റ്റ് നോക്കിയോ. പൂന്തോട്ടത്തിലേക്ക് പോയിട്ട് അവൾ എന്തൊക്കെയാണ് ചെയ്തെന്ന് നോക്കിയോ. ആം പപീത്ത.
പബീത്ത എന്ന് പറഞ്ഞ എന്താ? അറിയോ? ആർക്കെങ്കിലും അറിയോ പബീത്ത? ആർക്ക് പറയാം? പബീത്ത മീൻസ് എന്താണ്? ഇതില്ലേ, എന്താ പാവയ്ക്കില്ലേ, പാവയ്ക്ക. സോറി, പാവയ്ക്കല്ല, എന്താണ് അതിന്റെ പേരെന്താ മറന്നു? ആർക്ക് പറയാം? പബീത്ത. പപ്പായ. മിസ് പെട്ടെന്ന് മറന്നുപോയി. പപ്പായ കിട്ടി. പബീത്ത എന്ന് പറഞ്ഞ എന്താ? പപ്പായ. എന്തൊക്കെയായിരുന്നു? ആം, പബീത്ത, കക്കടി. കക്കടി എന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ വേണേ നിങ്ങൾക്ക് പെൻസിലും കൊണ്ട് എഴുതി വെക്കാം കേട്ടോ. ആം എന്ന് പറഞ്ഞ മാംഗോ, പബീത്ത എന്തായിരുന്നു പറഞ്ഞ? പപ്പായ. നെക്സ്റ്റ് കക്കടി. കക്കടി എന്ന് പറഞ്ഞ എന്താണ്? കുക്കുംബർ. പിന്നെ ഔർ നാഷ്പാത്തി ഖാദി. നാഷ്പാത്തി എന്ന് പറഞ്ഞ എന്താ? നാഷ്പാത്തി. നിങ്ങൾ സബർജില്ലി കണ്ടിട്ടുണ്ടോ? സബർജില്ലി കഴിച്ചിട്ടുണ്ടോ? പച്ച ആപ്പിൾ എന്നൊക്കെ പറയും അല്ലേ? സബർജില്ലി നല്ല ടേസ്റ്റ്. അതിന് ആപ്പിളിന്റെ പോലെ നല്ല ടേസ്റ്റ്. അത് നാഷ്പാത്തി എന്ന് പറഞ്ഞാല് സബർജില്ലിയാണ്. ഖാത്തീത്തി. അപ്പൊ നമ്മുടെ നീരാളി പൂന്തോട്ടത്തിൽ പോയിട്ട്, അവിടെ പൂന്തോട്ടം എന്ന് പറഞ്ഞ ഗാർഡനില് പഴങ്ങളും ഉണ്ട്, പച്ചക്കറികളും ഉണ്ട്, പൂക്കളും ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഗാർഡൻ ആണത്. അപ്പം അവളുടെ പപ്പയുടെ കൂടെ പൂന്തോട്ടത്തിലോട്ട് പോയിട്ട് അവൾ എന്തൊക്കെ കഴിക്കുന്നു എന്നാ പറഞ്ഞത്? ആം, പബീത്ത, കക്കടി, ഔർ നാഷ്പാത്തി, ഖാത്തീത്തി. ഓക്കെ. പീല, പബീത്ത, മീഠാത്ത. പീല, വിച്ച് കളർ? പീല. പീല. നേരത്തെ ഒരാൾ കൈ പൊക്കി. ജോവിൻ, പ്ലീസ് അൺമ്യൂട്ട്. പീല. പീല പബീത്ത എന്ന് പറഞ്ഞ എന്തായിരിക്കും ജോയല്? പീല പബീത്ത എന്ന് പറഞ്ഞാല് എവിടെ പോയി? അതാരാ പോയത്? ജോബിനാണോ ജോയലാണോ? ജോബിൻ എവിടെ പോയത്? അമ്മയോട് ചോദിക്കാൻ പോയത്. അതിനു മുമ്പേ ജോയൽ പറഞ്ഞു. മിടുക്കൻ. അപ്പം യെല്ലോ, പീലോ എന്ന് പറഞ്ഞ അല്ല, പീല എന്ന് പറഞ്ഞ എന്താണ്? പീല വിച്ച് കളർ? യെല്ലോ. പബീത്ത, പഴുത്ത് നിൽക്കുന്ന പപ്പായ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ കളർ അതിന്? യെല്ലോ ആണല്ലേ? അതാണ്. അത് നല്ല മധുരമുള്ളതായിരുന്നു. മീഠാത്ത. മീഠ മീൻസ് സ്വീറ്റ്. വായിൽ വെള്ളം വരുന്നുണ്ടോ ഇപ്പൊ? നല്ല മധുരമുള്ള പപ്പായ. നെക്സ്റ്റ് കക്കടി, പത്തലി, തീ. കക്കടി എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ? കക്കടി കുക്കുംബർ അല്ലേ? അത് എന്താ നിങ്ങൾ അതിന് പറയാ? കക്കടി എന്ന് പറഞ്ഞാല് കക്കിരി, കത്തിരി എന്നൊക്കെ പറയും അല്ലേ? അതെ. അത് പത്തലി, തീ. അത് കുറച്ച് തിന്നായിരുന്നു. വലിയ വണ്ണമുള്ള സാധനമല്ല കക്കടി അല്ലേ? തിന്നായ സാധനമാണ്. കക്കടി, പത്തലി, തീ. നാഷ്പാത്തി, ഹരി, പീലി, ഔർ മീഠി തീ. നാഷ്പാത്തി എന്ന് പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞേ? സബർജില്ലി അല്ലെ? സബർജില്ലി. ഹരി, പീലി എന്ന് പറഞ്ഞ എന്താ? ഹര എന്ന് പറഞ്ഞ എന്താണ്? ഹര ഗ്രീൻ കളറാണ് അല്ലേ? ഗ്രീൻ ആണ്. അതാണ് ഹരി എന്നും പറഞ്ഞാലും ഗ്രീൻ തന്നെ. പീലി, പീലി എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ തന്നെയാണ്. ഹരി, പീലി പറഞ്ഞാൽ ഒരു യെല്ലോയും പച്ചയും കലർന്ന ഒരു കളറ്. ഔർ മീഠി തീ. സബർജില്ലി, അതായത് പച്ചയും മഞ്ഞോടും കൂടിയ ഒരു കളറുള്ള ആ സബർജില്ലി നല്ല മധുരം ഉള്ളതായിരുന്നു എന്നാ പറയുന്നത്. ഭയങ്കര ടേസ്റ്റാ. കടയില് പോയാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊക്കെ ആര് കഴിച്ചെന്നാ പറയുന്നത്? നീരാലി അല്ലേ? നെക്സ്റ്റ് നീരാലിക്ക് ആദത്ത് थी कि वह ककड़ी खाकर पानी पीती थी. Viona, where are you going? Sit down.
നീരാളി കി ആദത്ത്. ആദത്ത് മീൻസ് ഹാബിറ്റ്. നീരാളിയുടെ ഹാബിറ്റ് ആയിരുന്നു. തീ എന്ന് പറഞ്ഞ ആയിരുന്നു. കി വഹ് കക്കടി ഖാക്കർ പാനി പീത്തി തി. എന്താ നീരാളിയുടെ ഹാബിറ്റ് എന്താ ഇവിടെ പറയുന്നേ? അവള് കക്കടി കഴിച്ചിട്ട്, എങ്ങനെയാ കക്കടി കഴിക്കുന്നേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പച്ചയ്ക്കത്? പച്ചയ്ക്ക് അത് കഴിക്കേണ്ടത് എങ്ങനെയാ? ആരാ കക്കടി കഴിച്ചിട്ടുള്ളത്? കക്കടി കഴിച്ചിട്ടുള്ളവര് പറ. ചോദിക്കട്ടെ എങ്ങനെയാ കഴിക്കുന്നേന്ന്. എനിക്കറിഞ്ഞൂടാ. സൽമാൻ ഉണ്ട്. സൽമാൻ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ആവുന്നില്ലേ? ടൈം പോകുന്നു വേഗം. റിച്ചാർഡ്. ഉപ്പും കുരുമുളക് പച്ചയ്ക്ക് നിന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടും കഴിക്കും. എന്നപ്പോ എങ്ങനെയാ ഒരു സൗണ്ട് കേൾക്കുന്നേ അത് കഴിക്കുമ്പോ? ചറവറ ചറവറ ചെറുപറ ചെറുപറ എന്നാണ് സൗണ്ട് കേൾക്കുന്നത്. നല്ല സൗണ്ട് കേൾക്കാല്ലേ? എന്തായാലും അത് തന്നെയാണ്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചേ. നീരാളിയുടെ ശീലം എന്തായിരുന്നു? ഈ കക്കടി കഴിച്ചിട്ട് വെള്ളം കുടിക്കും. അതങ്ങനെ കുടിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. അപ്പം അവളുടെ ഒരു ബാഡ് ഹാബിറ്റ് അതല്ലേ? മാലി കഹുത്ത നീരാളി. മാലി എന്ന് പറഞ്ഞാരാ? അവളുടെ പപ്പയാണല്ലേ? അതെ. അവര് പറഞ്ഞു നീരാളി കക്കടി ഖാക്കർ പാനി മത്ത് പീ. കക്കടി ഖാക്കറിന് കക്കടി കഴിച്ചിട്ട് പാനി മത്ത് പീ. പാനി മീൻസ് വാട്ടർ, മത്ത് മീൻസ് നോ അരുത്, പീ എന്ന് പറഞ്ഞ എന്താ? കുടിക്കരുത്. മത്ത് പീ എന്ന് പറഞ്ഞ കുടിക്കരുത്. കക്കടി കഴിച്ചിട്ട് വെള്ളം കുടിക്കരുത് എന്നാ പറയുന്നത്. മീഠ മീഠ പബീത ഖാ. അതിനുശേഷം എന്ത് കഴിക്കാനാ പറഞ്ഞേ? കക്കടി കഴിച്ചതിന് ശേഷം നല്ല മധുരമുള്ള പബീത കഴിക്കൂന്നാ പറയുന്നത്. പബീത പപ്പായ, പപ്പായ കഴിക്കൂന്നാ പറയുന്നത്. നീരാളി ബാത്ത് സമച്ച് ഗയിക്ക് കക്കടി ഖാക്കർ പാനി നെഹി പീന ചാഹിയെ. നീരാളി പറഞ്ഞത് മനസ്സിലാക്കിയിട്ട്, അതായത് പപ്പ പറഞ്ഞത് മനസ്സിലാക്കി അവള് വെള്ളം അത് കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ എന്തായിരുന്നു? കക്കടി കഴിച്ചിട്ട് വെള്ളം കുടിക്കരുതെന്ന് പപ്പ പറഞ്ഞു. അവളതനുസരിച്ചു അല്ലെ? അവളുടെ ഒരു ഹാബിറ്റ് എന്തായിരുന്നു? അത് കഴിച്ചു കഴിഞ്ഞ പാടെ അവൾക്ക് വെള്ളം കുടിക്കണം. അതാണ്. ഇത്രയേ ഉള്ളൂ ആ കഥ. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൽ ഈന്റെ ചിഹ്നം, ഈ വാക്കുകളൊക്കെ വാക്കുകളിൽ എവിടെയാണ് ഈക്ക് മാത്ര കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈന്റെ ചിഹ്നമുള്ള വാക്കുകളുടെ അടിയിൽ പെൻസിലും കൊണ്ട് അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് വേർഡ് മാലി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലെ? അവിടെ പെൻസിൽ കൊണ്ട് മാത്രം അണ്ടർലൈൻ ചെയ്യുക, അല്ലെ ബുക്ക് ചീത്തയാവും. ഇവിടെ ഈക്ക് മാത്രമേ ഉള്ള വാക്കുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ഹോംവർക്കാണത്. നമ്മുടെ ടൈം തീരാൻ പോവാണ്. only 7 minutes. ഇന്ന് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. പാഠഭാഗം ഒന്ന് വായിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ടെക്സ്റ്റ് ബുക്കിലെ ചെറിയ വർക്കൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, പേജ് നമ്പർ 22. ശബ്ദാർത്ഥ്. ബിഡിയ. ബിഡിയ മീൻസ് ബേട്ടി, ഡോട്ടർ, മകൾ. ആദത്ത് സ്വഭാവ്, ഹാബിറ്റ്. പപീത ഏക് ഫൽ. ഏക് ഫൽ എന്ന് പറഞ്ഞാൽ ഒരു ഫലം, ഒരു പഴം, പപ്പായ. വിശാൽ ബഡ, ബിഗ്, വലിയ, വിശാലമായ എന്നൊക്കെ പറയും. മീഠ മധുർ, സ്വീറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ശ്രുതിലേക്ക്. ഏതൊക്കെ വാക്കുകളാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബഗീച്ച, നീരാളി, നിരാലി, തിത്തലി, കക്കടി, മീഠി, നാഷ്പാത്തി. താഴത്തെ വർക്ക് നോക്കിയാൽ നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും അല്ലെ? ഉചിത സ്ഥാൻ പർ ഈക്ക് മാത്ര ലഗാക്ക ശബ്ദ പൂരേ കരോ. ഉചിതമായ സ്ഥാനത്ത്
സ്ഥാനത്ത് ഈന്റെ ചിഹ്നം ചേർത്ത് ആ ശബ്ദം പൂരിപ്പിക്കുക, ആ വാക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് സൈഡില് ചീൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈക്ക് മാത്രം എങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, റെഡ് കളറില് ചായയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ലിസൺ ചീൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ നോക്കിയേ നിങ്ങള്, ലെഫ്റ്റ് സൈഡിലത്തെ ആദ്യം തീർക്കാം. തിത്തൽ എന്നാ കൊടുത്തിരുന്നത്. തിത്തൽ. ബട്ടർഫ്ലൈക്ക് എന്താ പറയാ? തിത്തലി. ലായുടെ ഏത് സൈഡിലാ ഈക്ക് മാത്ര? റൈറ്റ് സൈഡിൽ. അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈന്റെ ചിഹ്നം കൊടുക്കുക. തിത്തലി. ഹൗ ക്യാൻ സേ തിത്തലി. നെക്സ്റ്റ് ദാ പകുത കൊടുത്തിരിക്കുന്നു അല്ലേ. എന്താ അവിടെ വരേണ്ടത്? പിക്ചർ കാണുമ്പോ ദീപക് എന്നാ വരുക. ഇവിടെ ദീപോ കാണുന്നല്ലേ, അതാണ് ദീപ്, ദീപക്. അപ്പൊ ദായുടെ റൈറ്റ് സൈഡിൽ ഈക്ക് മാത്രം കൊടുക്കുക. അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്, അവിടെയാണ് നിങ്ങൾക്ക് ഈന്റെ ചിഹ്നം കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡിലെ ഫസ്റ്റ് വേർഡ് ലീച്ച്. ലീച്ച് എന്നല്ല വേണ്ടത്, അവിടെ ലീച്ചി എന്നാ വേണ്ടത്. ലീച്ചി. ചീ ഒരു ഫ്രൂട്ടാണ് ലീച്ചി. നെക്സ്റ്റ് ഞാൻ എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ എന്നല്ല പറയേണ്ടത്, അവിടെ ഒരു ഗ്രാൻഡ് മദറിനെ കാണുന്നത്. അപ്പൊ ഞാനീ ഈക്ക് മാത്രം ലഗാവോ. നായുടെ റൈറ്റ് സൈഡില് ഹാദി റൈറ്റ് ഫാസ്റ്റ്. നാനി. ഓക്കെ. ലാസ്റ്റ് വൺ ചിപ്പുക്കൽ. അവിടെ ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ എങ്ങനെയാ വായിക്കുക? ചിപ്പുക്കലി. ചിപ്പുക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസാർഡ്, പല്ലി. ചിപ്പുക്കലി. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ ആ വാക്കുകളൊന്ന് വായിച്ചുതരാം. ചീൽ, തിത്തലി, ദീപക്, ലീച്ചി, നാനി, ചിപ്പുക്കലി. ഒരു പുതിയ വാക്ക് പഠിച്ചു അല്ലെ. ബാക്കിയെല്ലാം നേരത്തെ അറിയുന്നല്ലേ. ചിപ്പുക്കലി എന്താണ്? ലിസാർഡ്. ഇല്ലേ ചിപ്പുക്കലി? ഇല്ലേ നിങ്ങളുടെ വീട്ടില്? രാത്രിയാകുമ്പോ വരൂലേ റൂമിനകത്തൊക്കെ? ഇഷ്ടമാണോ അതിന്? ഓടിക്കും അല്ലേ? ജോയലേ, ചിപ്പുക്കലി ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇന്ന് പഠിക്കണം ചിപ്പുക്കലി. എന്താ ചിപ്പുക്കലി എന്ന് പറഞ്ഞാല്? ലിസാർഡ്. ഇന്ന് വൈകുന്നേരം ഉണ്ടോ നോക്കണേ. രാത്രി ആകുമ്പോൾ ലൈറ്റ് ഇടുമ്പോ എല്ലാരും കൂടെ ഇറങ്ങി വരും അല്ലെ. പഠിച്ചില്ലേ? വാക്ക് പഠിച്ചില്ലേ? ചിപ്പുക്കലി. നെക്സ്റ്റ് നോക്കിയേ, നമ്പർ 3, പേജ് നമ്പർ 23. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഉചിത ശബ്ദ ലിഖിക്കർ വാക്യ പൂരേക്കരോ. ഇവിടെ റൈറ്റ് സൈഡിൽ ബോക്സിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ക വീരാക്കി ഏക്ക് ബിഡിയാ ഥി. രണ്ടാമത്തെ നോക്കിയേ, ഡാഷ് പത്തലി ഥി. ഏതാണ് തിന്നായിട്ടുള്ളത്? കക്കടി. കക്കടിന്ന് ലാസ്റ്റ് വൺ, അതെടുത്ത് അങ്ങോട്ട് എഴുതണം. കക്കടി പത്തലി ഥി. മൂന്നാമത്തെ ഗായ നോക്കിയോ, വഹ് കക്കടി കാക്കർ ഡാഷ് പീത്തി ഥി. അവള് കക്കടി കഴിച്ചിട്ട് എന്താ കുടിച്ചിരുന്നത്? പാനി. രണ്ടാമത്തെ വാക്ക് പാനി. പാനി പീത്തി ഥി. ലാസ്റ്റ് വൺ മീഠ മീഠ പപീത്ത ഖ. ഇനി ഒരെണ്ണം അവിടെ ബാക്കിയുള്ളൂ അല്ലെ. നല്ല മധുരമുള്ള പപീത്ത കഴിച്ചിരുന്നു. കഴിക്കൂ. അടുത്ത നിങ്ങൾ തന്നെ ചെയ്യില്ലേ? നമ്പർ 4, ചിത്രം കാ ഉചിത ശബ്ദ സെ മിലാൻ കരോ. പപീത്ത എന്ന് പറഞ്ഞ എന്താ? പപ്പായ. മാച്ച് ചെയ്യുക. സീട്ടി എന്ന് പറഞ്ഞ വിസിൽ. കിടുക്കി വിൻഡോ. ഇലായജി കാർഡമം, ഏലക്ക. ലാസ്റ്റ് നോക്കിയ നമ്പർ 5, അംഗ്രേജി ശബ്ദ ലിഖോ. പാനി വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. പപീത്ത പപ്പായ, മീഠ സ്വീറ്റ്. അത് ഇവിടെ തന്നത് തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള, വായിക്കുമ്പോൾ കിട്ടും.
ദാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാദേഴ്സ് മദർ. അതവിടെ എഴുതി വെച്ചോ. ദാദി എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് മദർ. അച്ഛന്റെ അമ്മയില്ലേ, അതാണ് ഗ്രാൻഡ് മദർ, അച്ഛന്റെ അമ്മ. ഫാദേഴ്സ് മദർ ദാദി, ഫാദേഴ്സ് മദർ. ഓക്കെ, നമ്മുടെ ടൈം തീർന്നു. ഓക്കെ, ബൈ. 1 മിനിറ്റേ ഉള്ളൂ. മിസ് ശ്രദ്ധിച്ചേ ഇല്ല. ഇപ്പൊ കട്ടാവും. ഒന്നും പറയാൻ വന്നില്ല അല്ലെ ലാസ്റ്റ്. ഓക്കെ, നമ്മുടെ എക്സാമില് ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി അല്ലേ? ഡാ എഴുതേണ്ട സടക്ക് എന്നുള്ള. സാരമില്ല, കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നറിയാം. ഓക്കെ, ബൈ. എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.